പി കെ ഫിറോസിന് കെ ടി ജലീൽ കൊടുത്തിരിക്കുന്നത് ഒന്നൊന്നര പണിയായി പോയല്ലോ. ഈ സാമ്പത്തികം വന്ന് കുന്നുകൂടുന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ ടി ജലീൽ ഇപ്പോ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. ആ പരാതി ഇപ്പോ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. സംഗതി മൊത്തം കോംപ്ലിക്കേഷൻ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ MSF സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് യൂത്ത് ലീഗ് പ്രസിഡന്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഗ്രാഫ് പോയി നിൽക്കുന്നത് എവറസ്റ്റ് കൊടുമുടിയുടെ അതേ ലെവലിലാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? ഈ മുസ്ലിം ലീഗിൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണല്ലോ. അതായത് യൂത്ത് ലീഗിൽ ഒരു പണിക്കും പോകാതെ കുടുംബ പശ്ചാത്തലവും ഇല്ലാതെ ഇങ്ങനെ സാമ്പത്തികം വന്നു കൂടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറേയേറെ ചെറുപ്പക്കാരെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റും യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ആക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമ്പാദ്യം വന്ന് ചേരുമല്ലോ. എന്തിനാണ് അവർക്ക് ആവശ്യമില്ലാതെ വിദ്യാഭ്യാസം കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവർ ആവശ്യമില്ലാതെ എന്തിന് ജോലിക്ക് പോകുന്നു എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യമാണ്. എന്തായാലും ഇനിയിപ്പോ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വരാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ കോടാനുകോടി സ്വത്തും ഏറ്റവും ആഡംബര കാറുകളും ഇന്നിപ്പോ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ പല ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകളും പി കെ ഫിറോസ് എന്ന വ്യക്തിക്ക് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലൂടെ വന്ന് ചേർന്നതെന്ന് നാട്ടുകാർക്ക് കൂടി അറിയണമല്ലോ.